Hello guys. Hello. എങ്ങോട്ടാ പോകുന്നേ? റൗണ്ട് സ്റ്റോൺ ഫാമിലോട്ട്. ഫാമിലോട്ടുള്ള വഴി ഏതാ? ഷേക്സ്പിയർ റോഡ് 701 ബേസ്. എങ്ങോട്ടാ പോകുന്നേ? റൗണ്ട് സ്റ്റോൺ ഫാം. റൗണ്ട് സ്റ്റോൺ ഫാമിലോട്ടുള്ള വഴി ഏതാ? ഷേക്സ്പിയർ റോഡ് ബസ് നമ്പർ 701 ആൻഡ് റൗണ്ട് സ്റ്റോൺ ഫാം. ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട്. ബസ് സ്റ്റോപ്പിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഏഞ്ചലാണ്. നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. ഞങ്ങൾ രണ്ടും ഇന്ന് നൈറ്റ് കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ നൈറ്റ് ഓഫാണ്. ഒരു ചെറിയ നാപ്പ് എടുത്തിട്ട് ഫാം കാണാൻ ഇറങ്ങിയേക്കുവാ രണ്ടുപേരും. 3 പേർക്കും നല്ല വിശപ്പുണ്ട് സത്യം പറഞ്ഞാൽ. വഴിയിൽ നിന്ന് ചെറിയ സ്നാക്സൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്. ഹായ്. Yay! Who is this, Daddy? Where is Angel? Where is Angel? കൈ ചൂണ്ടി കാണിക്കണം. സ്നാക്ക് കഴിച്ച് നിന്നപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള ബസ് വന്നു കേട്ടോ. ഇതാണ് 701. ഇതിലാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റ്സ് അടുപ്പിച്ചുണ്ട് നമ്മുടെ ട്രാവൽ. ഈ ഏരിയ എത്തുമ്പം എനിക്ക് മനസ്സിലാവും നമ്മുടെ ലിറ്റിൽ ഹാംപ്റ്റൺ എത്തിയിട്ടുണ്ടെന്ന്. ആ സ്ഥലം ഈ ഒരു ഏരിയ കാണുമ്പം എന്തായാലും നമ്മൾ എത്തി. നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് റൗണ്ട് സ്റ്റോൺ ഫാമിന് ഉള്ളിലോട്ട് പോവാം. നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഫാം. ഫാമിലോട്ടുള്ള എൻട്രൻസ് ആണ് ഗൈസ്. ദാറ്റ്സ് ഔട്ട് ആൻഡ് ദിസ് ഇസ് ഇൻ. നമ്മളിങ്ങോട്ടാണ് പോകുന്നത്. ട്രാക്ടറുണ്ട്. നടക്കാൻ പറ്റാത്തവർക്ക് ട്രാക്ടറിൽ പോവാം. അവിടെ നിന്ന് നമ്മളതേ ബാസ്ക്കറ്റും ട്രാക്ടറിൽ ആർക്ക് വേണേലും പോകാം കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ നടന്നാൽ പോയത്. പക്ഷേ കുറേ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. നടന്ന് എത്തുമ്പോഴത്തേക്ക് നമുക്ക് കാലൊരു പരുവാവും. അതുകൊണ്ട് ഇത്തവണ അതിനുശേഷം ഫസ്റ്റ് ടൈം വന്നതിന് ശേഷം പിന്നെ ഫുള്ള് നമ്മൾ ട്രാക്ടറാണ് യൂസ് ചെയ്തത്. ഇതിപ്പോൾ ഇതാണ് ഇവിടെയുള്ള ഐറ്റംസ്. നമ്മളിപ്പോൾ ട്രാക്ടറിൽ കയറി Angel is struggling with the stroller. Wow. That's my boy. Ready for picking. Dusty.
വട്ടപ്പം വന്നപ്പോൾ ഭയങ്കര ഗ്രീനിഷ് ആയിരുന്നേ. ഗ്രീൻ കളറായിരുന്നല്ലേ അതൊക്കെ. അതിപ്പോൾ ബ്രൗണിഷ് ആയി. ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ഇത് ഗ്രീൻ കളറിലായിരുന്നു. സ്ട്രോബെറി തപ്പി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഫുള്ള് സ്ട്രോബെറി ആയിരുന്നു മാത്രമേ ഉള്ളൂ. ഏഞ്ചൽ ഫസ്റ്റ് ടൈമാണ് ഫാമിലി വരുന്നത് അല്ലേ ഏഞ്ചൽ? യെസ്. ആർ യു എക്സൈറ്റഡ്? സ്ട്രോബെറി തിന്നാൻ പറ്റുന്ന ഡാഡിക്ക് ഓരോ വട്ടവും ഓരോ രീതിയിലാണ് ഗൈസ്. ഒരിക്കൽ നിൽക്കണം, ഒരിക്കൽ അവന് സ്ട്രോളർ ഉരുട്ടണം. ഇപ്പോൾ അവൻ നിന്ന് പോവുകയാണ്. Start picking here today and അവിടെ എടുക്കും. So we'll go there. ഇത്തവണ നമ്മൾ എത്തിയത് സീസൺ തീർന്നപ്പോഴാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിച്ച പോലെ ഒന്നും കിട്ടിയില്ല. അവിടെയുള്ള സ്ട്രോബെറീസൊക്കെ കുഞ്ഞായിരുന്നു, തീരെ കുഞ്ഞായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച ലെവലിലൊന്നും കിട്ടിയില്ല. ഫാമിൽ വരുന്നത് ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. സ്ട്രോബെറി പറിക്കുക, ആ ബാസ്ക്കറ്റ് അവന് തന്നെ കൊണ്ടു നടക്കണം. അത് എത്ര ഹെവി ആണെങ്കിലും അവന് കൊണ്ടു നടക്കണം. അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വട്ടം രണ്ട് ബാസ്ക്കറ്റൊക്കെ അവ ഒരുമിച്ച് കൊണ്ട് നടക്കുമായിരുന്നു. കാര്യമായിട്ട് എന്താണ്ടൊക്കെയോ തപ്പുന്നുണ്ട് ഗോഡ്വിൻ ദാസ്. Are you plucking strawberries? Where is strawberries, Daddy? Have you got strawberries? Oh wow! അവസാനം പറിച്ചതെല്ലാം കളയുകയാണ്. ഇത് എക്സ്ചേഞ്ച് ചെയ്തു. So disappointed? ഉദ്ദേശിച്ച പോലെ കായ് ഫലമില്ല ഗൈസ്. സീസൺ തീർന്നപ്പോഴാണ് നമ്മൾ വന്നത്. നന്നായിട്ട് കൃഷി ഇറക്കേണ്ടിയിരിക്കുന്നു. വീറ്റ് വീറ്റാണ് ഗൈസ്. വീറ്റിൻ്റെ ഫാം, അതിൻ്റെ ഓപ്പോസിറ്റ് ഒത്തിരി ഉണ്ട്. നൈസിലെ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇത് ഫുള്ള് ഗ്രീൻ ആയിരുന്നേ. ഫുൾ
അകത്ത് കയറാൻ പറ്റുമോ? ഞാനൊന്ന് ഫോട്ടോ എടുക്കാൻ അകത്ത് കയറിയതാണ് ഗൈസ്. എൻ്റെ പിറകെ ഫോളോ ചെയ്ത് ഡാരിയും വന്നു. സംഭവം ചെറിയ മുള്ളു പോലത്തെ സാധനം കേട്ടോ, അത് കുത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും അവനൊരു കാര്യമല്ല. ഞാൻ എവിടെ പോയാലും എൻ്റെ പിറകെ വരും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് ഫോട്ടോസ് എടുത്തു. തന്നെ എന്തിടും? Daddy, this way. Daddy-o, no. അവര് ചീത്ത വിളിക്കും. കൃഷിനാശം എന്താ ആന കരിമ്പൻ കാട്ടി കയറിയാ സ്ട്രോബെറി ഉദ്ദേശിച്ച സൈസിൽ കിട്ടിയില്ല, പക്ഷെ കിട്ടിയതെല്ലാം നല്ല സ്വീറ്റ് ആണ് അല്ലേ? അല്ല, ഇപ്പൊ ഞാൻ കഴിച്ചത് ചീഞ്ഞതായിരുന്നു. ഞാൻ കഴിച്ചൊക്കെ നല്ല അടിപൊളി സ്വീറ്റ് ആയിരുന്നു, മധുരമുണ്ട്, കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ അല്ല. You wanna try another one? How's that? That's sweet. Next നമ്മൾ എങ്ങടാ പോകുന്നേ? പ്ലം പറിക്കാൻ. പ്ലംസിൽ പോയിട്ട്. ഭയങ്കര കാറ്റ് ഗൈസ്, പൊടിക്കാറ്റടിക്കുന്നു. അടിപൊളി. പ്ലംസ് കഴിച്ചപ്പം നല്ല മധുരമുണ്ട്. ചെറിയൊരു പച്ച പഴുക്കാത്തൊരു ഇളം ഒക്കെ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ ആപ്പിളില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ്. നല്ല പുളിപ്പുമല്ല, എന്നൊരു ചെറിയ മധുരമുള്ളൊരു പുളിപ്പ്. അപ്പോൾ നമ്മൾ കുറച്ച് പച്ച എടുത്ത് അച്ചാറിടാൻ ഇട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പച്ച എടുക്കുവാണ്. നോക്കാം അച്ചാറിട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന്. ധൈര്യമാവും. Eat. You need to bite it. അത് അച്ചാറിടാൻ ട്രൈ ചെയ്യാൻ ഇത് കുറച്ച് റൈറ്റ് വൺസ്.
എല്ലാം പഴുക്കും തോന്നുന്നു. നടക്കുന്നു. ഫാം ക്ലോസിങ്ങിൻ്റെ ടൈമായി ഗൈസ്. അതാണ് ഈ ഓടുന്നത്. നമ്മളെ വിളിക്കാൻ വന്നു ഇവിടെ വർക്ക് ചെയ്യുന്നവർ. നമ്മളെടുത്ത ക്രോപ്പ് അവിടെ നിന്ന് പേ ചെയ്തിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് നമുക്ക് ഇരിക്കാനായിട്ട്. പക്ഷേ 5 മണിയാകുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും. കുറച്ച് സമയം നമുക്കിവിടെ ഇരിക്കാം. നമുക്ക് കഴിച്ചിട്ട് വീട്ടിൽ പോകാം. Yummy? ട്രെയിനിൽ മാത്രമല്ല ഗൈസ്, എവിടെ പോയാലും ഒറ്റയ്ക്കിരിക്കാനാണ് ഡാഡിക്ക് ഇഷ്ടം. ഞങ്ങളുടെ കൂടെ ഇരുന്നവനാണ് തനിയെ പോയി ഒറ്റയ്ക്കിരുന്ന് വായി നോക്കി ആസ്വദിച്ച് ഐസ്ക്രീം കഴിക്കുന്നു. എല്ലാ ദിവസവും ചീറ്റ് ഡേ ആണ്. ഷുഗർ കട്ടാണ് ഗൈസ്. പഞ്ചസാര ഇല്ലാത്ത ഐസ്ക്രീമാണത്. Rooms, please remember to turn off all the lights. And Back close to them. home guys. Bye bye. തിരിച്ചു പോവാണ് ഗൈസ്.